വർക്കലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികളിൽ ഒന്നാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പ്രധാന റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ഉതകും വിധം പദ്ധതി വിഭാവനം ചെയ്യുകയും പൊന്നും വിലയ്ക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്നും നഗരസഭ ഭൂമി വാങ്ങുകയും ചെയ്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. വസ്തുവിനായി മാത്രം 20 കോടിയോളം രൂപ നഗരസഭ ചിലവാക്കിയിരുന്നു. എന്നാൽ 2004 ഉദ്ഘാടനം കഴിഞ്ഞ സമയം മുതൽ തന്നെ സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കാതെയായി. കവാടത്തിന് മുന്നിൽ തന്നെ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തുകൊണ്ട് സർവീസ് നടത്തുന്ന പ്രവണതയ്ക്ക് സ്വകാര്യ ബസ് ജീവനക്കാർ ചുക്കാൻ പിടിച്ചു. ചോദ്യം ചെയ്യപ്പെട്ടാൽ കയ്യാങ്കളിയും ഗുണ്ടായിസവുമാവും മറുപടിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതോടെ ബസ് നിർത്തുന്ന പ്രധാന റോഡിലേക്ക് ജനങ്ങൾ യാത്രയ്ക്ക് നില ഉറപ്പിക്കേണ്ടി വന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ധാർഷ്ട്യവും തൊഴിൽ യൂണിയൻ സംഘടനകളുടെ പിൻബലവും രാഷ്ട്രീയ സ്വാധീനവും നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവവും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഗതാഗത സൗകര്യങ്ങൾക്കും സേവനങ്ങൾക്കും ഗതാഗത നിയമങ്ങൾക്കും വെല്ലുവിളിയാകുന്നു. സ്റ്റാൻഡിനുള്ളിലെ കാത്തിരിപ്പ് കേന്ദ്രം നശിച്ചു തുടങ്ങി. ഭിക്ഷാടകരും മദ്യപാനികളും ഇവിടം താവളമാക്കി മാറ്റി. പ്രൈവറ്റ് ബസ് അകത്ത് എല്ലാ വർഷവും ലേലത്തിൽ പിടിക്കുന്നുണ്ടെങ്കിലും അവർ ലേലത്തിൽ പിടിക്കുന്നവർക്ക് അവരുടെ ഫീസ് ബസ്സുകാർ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ പ്രൈവറ്റ് ബസ് അകത്ത് കയറാതെ ഇതിൻ്റെ പുറത്ത് നിന്ന് ഏതാണ്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണ് വർക്കല ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം. അവിടെ എല്ലാ ദിവസവും ട്രാഫിക് ജാം ഉണ്ടാകുന്ന ആ പ്രദേശത്ത് ഈ പ്രൈവറ്റ് ബസ് നിരത്തിയിട്ട് അതിനോട്ടുള്ള എൻട്രൻസിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള എൻട്രൻസിൽ പ്രൈവറ്റ് ബസ് 1, 2, 3 ഇങ്ങനെ നിരത്തിയിട്ട് ആളിനെ എടുത്ത് ഇറക്കി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ നിരവധി പ്രാവശ്യം പോലീസിലും മറ്റേ നഗരസഭയിലും എല്ലാ ആർ ടി ഒയിൽ അങ്ങനെ നിരവധി അധികാരികളോട് പരാതിപ്പെട്ടിട്ടും പല പ്രാവശ്യം പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിർബാധം തുടരുന്ന ഒരു പ്രക്രിയയായി മാറുകയാണ്. അതിന് കാരണം ഇത് ഇവിടുത്തെ ഭരണപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ് അവിടെ കൂടുതലും ബസ് ഓടിക്കുന്നത്. അവരുടെ ഗുണ്ടായിസം ഇതിനകത്തുണ്ട്. പല പ്രാവശ്യം ആർ ടി ഒയും ഒക്കെ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് അവരുടെ ഉള്ളിലോട്ട് ബസ് പാർക്ക് ചെയ്യണം, അവിടെ നിന്ന് ആളിനെ എടുക്കണം, ആളിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും അതിന് തയ്യാറാവാത്തൊരവസ്ഥയാണ്. ഇടയ്ക്ക് വെച്ച് അവിടെ റീടാർ ചെയ്താൽ മാത്രമേ അതിനകത്തോട്ട് വണ്ടി കയറ്റാൻ ഒക്കൂ എന്നുള്ളൊരു ഡിമാൻഡാണ് ഇവരെല്ലാം വേണ്ടത്, ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സും ഒക്കെ വെച്ചത്. പക്ഷേ അത് റീടാർ ചെയ്തിട്ട് പോലും വീണ്ടും പഴയപടി തന്നെ തുടരുകയാണ്. അതിനെതിരെ ഇവിടെ ആർ ഡി ഒ പല പ്രാവശ്യം വന്ന് ഇവർക്ക് നിർദ്ദേശം നൽകുമ്പോൾ അവരോട് തന്നെ ഗുണ്ടായിസം കാണിക്കുന്ന ഒരു നിലപാടാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ വർക്കല പോലീസ് നമ്മുടെ ഈ ട്രാഫിക് കൺട്രോളുമായിട്ട് റോഡിലെങ്ങും കാണാറില്ല. അവരുടെ നിർദ്ദേശവും ഇവർ പാലിക്കാറില്ല. അവിടെ അതിനുള്ള ട്രാഫിക്കിന് ഒരു പോലീസുകാരനെ പോലും നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയ ആ സ്ഥലത്തിന് നമ്മുടെ അനാസ്ഥ, മുനിസിപ്പാലിറ്റിയുടെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥ മൂലം നമ്മുടെ പൊതുജനത്തിന് കിട്ടേണ്ട വരുമാനത്തിന്റെ നഷ്ടം നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടായി ബസ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടിയത് ഇതിനുള്ളിലെ 18ഓളം വരുന്ന ഹമ്പുകളും കട്ടറുകളുമാണ്. നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടന്ന ചർച്ചകളിൽ റോഡ് നവീകരിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന തീരുമാനവും നഗരസഭ നടപ്പിലാക്കി. റോഡ് റീടാർ ചെയ്തു. എന്നിട്ടും അവസ്ഥ പഴയ പോലെ തന്നെയാണ്. സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നത് സമയക്രമത്തിൽ ഉണ്ടാകുന്ന ഇടവേളകളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. ചില ബസ്സുകളാകട്ടെ പ്രധാന റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് ഗതാഗത കുരുക്കിനും വഴിയൊരുക്കും. നിയമലംഘനം ചോദ്യം ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നതിനും ബസ് ജീവനക്കാർ മുതിരുന്നുണ്ട്. ഔദ്യോഗിക പരാതികൾ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ യൂണിയൻ ഇടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കും. പോലീസ്, താലൂക്ക് അധികാരികൾ, നഗരസഭ, മോട്ടോർ വാഹന വകുപ്പ് എന്നിവർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിഴ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നുള്ള അധികൃതരുടെ പ്രതികരണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ നടപടിയായി ഉണ്ടാകുന്നില്ല. ബസ് സ്റ്റാൻഡ് ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് വിജനമായ ഒരിടം മാത്രമായി തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ അവരുടെ ഒരു പരാതി അവിടെ ഹമ്പ് ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറ്റി നമ്മൾ പുതിയതായിട്ട് അറിയത് എല്ലാം എടുപ്പാക്കി. എന്നിട്ട് കൃത്യമായി അവിടെ പ്രവേശിക്കണം. അത് പോലീസിനടക്കം ചുമതല കൊടുത്തു. എന്നാലും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത പോലെ ആ രീതിയിൽ ബസ്സുകൾ കയറി വരുന്നതും ആളുകളെ ഇറക്കുന്നതും കൊണ്ടുപോകുന്നതിന് ഇപ്പോഴും ഒരുപാട് അപാകതയുണ്ട്. അവർ ഇത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ബസ്സുകളുടെ പേരിൽ ഇനി നമുക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്ന നിയമ നടപടി ചെയ്താലും അതിന് പരിഹാരം ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൂറിസം മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ നമ്മുടെ വികസനവുമായിട്ടുള്ള ചർച്ചയോടൊപ്പം അതിൽ പോലീസിൻ്റെ SP അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ട്രാഫിക് പോലീസ് സംവിധാനം 10 പോലീസ്മാരുണ്ടായിരുന്ന അതിപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല.
അത് ഉൾപ്പെടുത്തി ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണം വരുന്നതിൽ ഉറപ്പായിട്ട് പോലീസിൻ്റെ സഹകരണത്തോടുകൂടി വലിയ താമസമില്ലാതെ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ഈ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് RTOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ വിഷയം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഈ ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ആഴ്ച തന്നെ ഒരു മീറ്റിംഗ് കൂടെ വിളിച്ച് അത് കർക്കശമായ നടപടിയിലേക്ക് പോകാൻ നഗരസഭ ശ്രമിക്കും. പ്രധാന റോഡിൽ നിന്ന് ഒഴിവാക്കിയ ബങ്ക് കടകൾ 3 മാസത്തിനുള്ളിൽ സ്റ്റാൻഡിൽ പുനഃസ്ഥാപിച്ച് പുനരധിവാസ പദ്ധതി കൈക്കൊള്ളും എന്ന നഗരസഭയുടെ ഉറപ്പും ഫലം കണ്ടില്ല. ജനങ്ങൾ കയറാത്ത സ്റ്റാൻഡിൽ ബങ്ക് കടകൾക്ക് എന്ത് പ്രാധാന്യമെന്ന ചോദ്യം പോലും അധികൃതർ അവഗണിക്കുകയാണ്. ഭാരത് വിഷൻ, വർക്കല.